എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് നമുക്കറിയാം, നമ്മളിന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. മാധ്യമങ്ങൾ ഒരുപാട് തരമുണ്ട്. ഇപ്പോൾ സ്പോർട്സ് ആവാം, എൻ്റർടൈൻമെൻറ്റ് ആവാം, ന്യൂസ് ആവാം. ഞാൻ നിങ്ങളെ ഒരു വാർത്താ ചാനലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു വാർത്താ ചാനലും അതിലൊരു വാർത്തയും, അതിലെ ആ വാർത്തയിലൂടെ ചെറിയൊരു യാത്രയും എല്ലാവരും ശ്രദ്ധിക്കുക. നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം സുകേഷ് കുമാർ. ഇന്ന് ചിങ്ങം 1. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്, കുമ്പിട്ടിരുന്നാലോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്. മനുഷ്യൻ ചന്ദ്രനെ കണ്ടിട്ടുള്ളത് ഇത്തരം പാട്ടുകളിലും സങ്കല്പങ്ങളിലും സ്വപ്നങ്ങളിലും ഒക്കെ മാത്രമാണ്. എന്നാൽ ഇന്ന് ചന്ദ്രൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന ചന്ദ്രനിലേക്ക് ഒരു വിനോദയാത്ര ചിങ്ങം 1 വൈകുന്നേരം തുമ്പയിൽ നിന്ന് തുമ്പിയെ പോലെ പറന്നു പോകും. ഇതിൽ പങ്കെടുക്കാൻ സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുള്ള വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ചിലരെ ഒന്ന് പരിചയപ്പെടാം. ശ്രീ കെ കരുണാകരൻ, താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ യാത്രയിൽ ഇപ്പോൾ പങ്കെടുക്കാൻ വരുന്നത്? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഇതിൽ പങ്കെടുക്കരുത് എന്ന് ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ടല്ലോ. താങ്കൾ എന്തുകൊണ്ടാണ് സ്വന്തം ജീവൻ പോലും റിസ്ക് എടുത്തുകൊണ്ട് ഈ ഇതിൽ പങ്കെടുക്കാൻ വരുന്നത്? നമസ്കാരം. എന്റെ മകൻ ഞങ്ങൾക്ക് 3 പേർക്കും ഈ കേരളത്തിൽ രക്ഷയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് അവരെയൊക്കെ ഒരു നിലയിലെത്തിക്കണം. അതിനുവേണ്ടി ചന്ദ്രനിൽ പോയി എന്റെ മകനെ അവിടുത്തെ മുഖ്യമന്ത്രിയാക്കണം, എന്റെ മകളെ അവിടുത്തെ പാർട്ടി സെക്രട്ടറി ആക്കണം. അതാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ടല്ലോ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് മകനെയും മകളെയും ഒക്കെ കൊണ്ടുപോകുക? മിസ്റ്റർ, അതായത് ഞാൻ വരുന്നത് എന്റെ കുടുംബത്തിൽ നിന്നാണ്. എന്റെ മകൻ വരുന്നത് അവന്റെ കുടുംബത്തിൽ നിന്നല്ലേ, എന്റെ മകൾ വരുന്നത് അവളുടെ കുടുംബത്തിൽ നിന്നല്ലേ. അപ്പോൾ ഞങ്ങൾ മൂന്ന് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. താങ്കൾ ഈ പറഞ്ഞത് എനിക്ക് ബാധകമാകുന്നില്ല. താങ്കൾ ഞങ്ങളെയൊക്കെ കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി, താങ്കൾ ഇത് കേൾക്കുന്നുണ്ടോ? ലീഡറിന്റെ ഈ പ്രഖ്യാപനത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഒരു കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് 3 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുക? ഗവൺമെന്റ്, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം, അതായത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ശക്തമായി പറയാൻ പ്രതിപക്ഷ നേതാവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വേണമെങ്കിൽ ലീഡർക്ക് മാത്രം പോകാം, അല്ലെങ്കിൽ ലീഡർക്ക് മകൻ മാത്രം പോകാം, 2-1 മാത്രമേ കഴിയുള്ളൂ എന്ന് ശക്തമായ ഭാഷയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ എന്തുകൊണ്ടാണ് ലീഡറിന്റെ യാത്രയെ എതിർക്കുന്നത്, മകന്റെ യാത്രയെ എതിർക്കുന്നത്? വേണമെങ്കിൽ ലീഡറിന്റെ മകനെ കൊണ്ടുപോകാം, പക്ഷെ ഒറ്റ കണ്ടീഷൻ, ചന്ദ്രനിൽ അവരെ ഉപേക്ഷിച്ചിട്ട് വേണം റോക്കറ്റ് തിരിച്ചു വരാൻ. കേരളത്തിൽ അവർ യാതൊരു നടത്തില്ല. പിന്നെ ലീഡറുടെ കാര്യം, അതായത് കാരണവർക്ക് 92-93 വയസ്സായി. അങ്ങനെ റോക്കറ്റ് കയറി വെളിലോട്ട് പോകുമ്പോ കർമ്മപ്രകം വിചാരിച്ച് അങ്ങനെ മേലോട്ട് എടുത്താൽ കുറച്ചുകൂടെ ശക്തമായ ഭാഷയിൽ പറഞ്ഞാൽ റോക്കറ്റ് പോലെ കൂടെ അയാളുടെ കാറ്റും പോകുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നന്ദി ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ കെ കരുണാകരൻ ഞങ്ങളോട് സഹകരിച്ചതിന്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നു ചെല്ലാം. അതിനു മുമ്പ് ഇപ്പോൾ കിട്ടിയ വാർത്ത, ചെന്നൈയിൽ ചലച്ചിത്രകാരൻ ശ്രീ കമലഹാസൻ ഒരു മലയാളി പെൺകുട്ടിയോട് തനിക്ക് ഇഷ്ടമുള്ളത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ക്യാമറമാൻ കമീഷ് മരത്തിന്റെ മുകളിൽ നിന്ന് പകർത്തിയ രംഗങ്ങളിലൂടെ ഒന്ന് കടന്നു ചെല്ലാം. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. മണവാട്ടിയുടെ വേഷത്തിൽ നിർണയപ്പെടുന്ന ജീവിതം നിർണയം കൂടാതെ ജീവിതം ഇങ്ങനെയില്ല. എന്ന നാൻസി ഏകാണത് എന്ന ഒരു കഥ ചൊല്ലു, എന്ന കഥ നാളെ മുൻകൂർ കാലത്തിലെ മുഴുവനെ കാട്ടിൽക്കുള്ളിലെ തന്ത്രം തെളിഞ്ഞ നദി വാഴ്ത്തു വന്നത് അത് കാട് വിട്ട് നാട് വിട്ട് ഓടിപ്പോയിച്ചു എന്ന പെണ്ണെന്ന് ഓടിപ്പോയിച്ചു. നന്ദി ശ്രീ കമലഹാസൻ, ശ്രീ കമീഷ്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നു ചെല്ലാം. മലയാള ചലച്ചിത്ര താര സംഘടനയായ അമ്മ പിളരുന്നു. തങ്ങൾക്ക് ലഭിക്കേണ്ട പ്രാധാന്യവും പ്രാമുഖ്യവും പ്രതിഫലവും അംഗീകാരവും ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടുകൊണ്ട് മലയാള സിനിമയിലെ വില്ലന്മാരാണ് ഇങ്ങനെ ഒരു നീക്കത്തിന് മുതിർന്നിരിക്കുന്നത്. കൊച്ചി സ്റ്റുഡിയോയിൽ ജനാർദ്ദനൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ശ്രീ ജനാർദ്ദനൻ, എന്താണ് ഇങ്ങനെ ഒരു നീക്കത്തിന് കാരണം? ഈ സിനിമ പറഞ്ഞ മഹാസൂയക്കാരാ, അമ്പാകുള്ള
എന്നോട് ചോദിച്ചു, മമ്മൂട്ടിയല്ലേ? ഇത് കേട്ടപ്പോഴേ മോഹൻലാലിന് പിന്നെ ഭയങ്കര അസൂയായിട്ടുണ്ട്. അതങ്ങനെ ഒപ്പം തന്നെ മമ്മൂട്ടിയെ വിളിച്ച് പറഞ്ഞു, രണ്ടെണ്ണം എനിക്ക് തനി പാലയാ. താങ്കളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് പുതിയ സംഘടനയുടെ പേര്? ഞങ്ങളുടെ സംഘടനയുടെ പേരാണ് സിറ്റി ടൈഗേഴ്സ്. വളരെ നല്ല പേരാണ്. ശ്രീ ജോസ് പ്രകാശ്, താങ്കൾ ഈ വൈകിയ വേളയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടനയിൽ പങ്കുചേർന്നത്? എന്താണ് താങ്കൾ പറയുന്നത്? എന്റെ പേര് ജഗ്ഗു എന്നല്ല, സുകേഷ് എന്നാണ് പറഞ്ഞത്. എന്റെ ഭാര്യയെ പോലും ഞാൻ ജഗ്ഗുവിനെ വിളിക്കാറുള്ളൂ. അതായത് അമ്മ പെട്ടെന്നുണ്ട്. എന്റെ മുതലെടുത്ത റോസി ഇന്നലെ പ്രൊഡ്യൂസ് കൊച്ചു കുഞ്ഞിനെ സെറിലാക്കി ഇറക്കി കൊടുക്കാൻ പോലും എന്റെ കാശില്ല. മാത്രമല്ല 19 കൊല്ലമായി ഇവർ ഞങ്ങളെ തിരിച്ചിരുന്നു. ഇതെങ്കിലും തിരിച്ചിരിക്കാൻ ഒരവസരം നൽകണം. മറ്റൊന്നും എനിക്ക് പറയാനില്ല. താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ ഉമ്മർ, പുതിയ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി താങ്കൾ ബോക്സിംഗും കരാട്ടയും ഒക്കെ പഠിക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. എന്താണ് നിജസ്ഥിതി? ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കരാട്ടെ അതും പഠിക്കണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ കറിക്കാനും പഠിക്കണമെന്ന് കരുതാമോ, അതും നടന്നില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ ബലാത്സംഗമാണ്. അതിന് കോമ്പറ്റീഷൻ ഏറ്റവുമില്ലാത്തതുകൊണ്ട് അപ്പൊന്നും കിട്ടിയില്ല. പിന്നെ അറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോൾ മഹേശ്വരി നിന്റെ വികാരപരമായിട്ടും കാണുമ്പോൾ ഞാൻ കോരി തെളിച്ചു പോവുകയാണ്. എനിക്കിത് ഇഷ്ടമാണെങ്കിൽ ഞാൻ പട്ട് സാരി വാങ്ങിത്തരാം, പട്ട് ബ്ലൗസ് വാങ്ങിത്തരാം, പിന്നെ പട്ട് തേങ്ങാപ്പിണ്ണ മറച്ചെന്തെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയില്ല. താങ്കൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും പെണ്ണുങ്ങളോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നത്? എടോ സുകേഷ്, ഞാനൊരു വികാര ജീവിയാണ്, വികാരി അച്ഛനല്ല. ശ്രീ ഗിരിക്കാടൻ ജോസ്, താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടനയിൽ ചേർന്നത്? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീ ഗിരിക്കാടൻ ജോസ്, കേൾക്കാമോ? എടോ സുകേഷ്, അവൻ മിണ്ടില്ല. കാരണം അവന്റെ ഡബിംഗ് ആർട്ടിസ്റ്റ് വന്നിട്ടില്ല. ഡബിംഗ് ആർട്ടിസ്റ്റ് വന്നതൊന്നും പ്രശ്നമല്ല. താങ്കൾക്ക് സ്വന്തം ശബ്ദത്തിൽ സംസാരിക്കാം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്താണ് സ്റ്റുഡിയോയുടെ സ്ത്രീ ശബ്ദം? എടോ ജനാർദ്ദന, അതാണ് ജനാർദ്ദനന്റെ ശരി. അതാണ് ഗിരിക്കാടൻ ജോസിന്റെ ശരിക്കുള്ള ശബ്ദം. എടാ ഗിരിക്കടാ, ഇവിടെ കടകടന്ന് മിണ്ടിയാണോ തല്ലിക്കൊല്ലു ഞാൻ. നിങ്ങൾ വില്ലന്മാർ ദേവചേരോട് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നടനും സംവിധായകനും നിർമ്മാതാവും വിതരണകാരനുമായ ശ്രീ ലാൽ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ചാനലുകളോട് നന്ദി പറയുന്നു. ചർച്ചകൾ വിളിക്കാറില്ല. പക്ഷെ ഞങ്ങളെ കൂടി കരയിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയിലേക്ക് കടന്നു ചെല്ലാം. മാനം കാക്കാൻ കൊല കേരളത്തിലും ഡൽഹിയിലും ഉത്തരേന്ത്യയിലും മാത്രം കണ്ടുവരുന്ന ഈ മാനം കാക്കാൻ കൊല കേരളത്തിലും സംഭവിച്ചിരിക്കുകയാണ്. സംഭവം നടന്നത് കോട്ടയം ജില്ലയിൽ മീനച്ചിലാർ തീരത്ത്. നമുക്ക് വിശദ വിവരങ്ങൾ വെളിവായിട്ടില്ല. മീനച്ചിലാർ സ്വദേശി പകർത്തിയ മൊബൈൽ ദൃശ്യങ്ങളിലൂടെ. കൊച്ചി എനിക്ക് ആട്ടിനെ ഇഷ്ടമാണ്. ഞാൻ വിളിച്ച ഇറങ്ങി വരും. ഞാൻ ഇന്നലെ പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ജോലിക്കാരൻ നാളെ ബൊമ്പായി പോവുകയാണ്. ഞാൻ കാത്തിരിക്കണം. ഇവിടെ എടാ പട്ടി പറയടാ. ചേട്ടൻ ഗുഡ് മോർണിംഗ് ചേട്ടാ. ചേട്ടന് എന്താണ് കുടിക്കാൻ പറ്റുന്നത്? ചായ, നിർത്തടാ. എന്റെ ശ്രീലങ്കൻ കാണാനില്ല. ഞാൻ വന്നത് പറയടാ, നിനക്കെന്താണ് ഈ പെണ്ണുമായി ബന്ധം? അതുകൊണ്ട് ചേട്ടാ, കൊച്ചു തൈശി എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങളുടെ കല്യാണം ചേട്ടൻ നടത്തി തരണം. എടാ, എന്റെ കല്യാണം കഴിഞ്ഞതിന് ക്ഷീണം പോലും എനിക്കിതുവരെ മാറിയിട്ടില്ല. മാത്രമല്ല എന്റെ കല്യാണം അപ്പച്ചൻ മറ്റൊരാളുമായി തീരുമാനിച്ചു കഴിഞ്ഞു. ചേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് ആ ചേട്ടനെ തിരിക്കേണ്ടി വരും. മോനെ, നമ്മുടെ അപ്പച്ചൻ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയ ചീത്തപ്പേരുണ്ട്. നീയായിട്ട് ഇല്ലാതാക്കരുത്. നമ്മുടെ മക്കൾക്ക് കിട്ടില്ല ആ ചീത്തപ്പേര്. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല. എടാ, എന്നെ അടിച്ചോളൂ ചേട്ടാ. ചേട്ടൻ എത്ര അടിച്ചാലും അങ്ങനെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല. എന്ത് പറഞ്ഞാ ചോര, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോര.
എന്നോട് നടക്കാവുന്നതാണ് കളഞ്ഞു വരുന്ന ദൈവങ്ങളാണ് മരിച്ചുപോയ കുഞ്ചാക്കുവാണ് സത്യം. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് കൊച്ചു ദൃശ്യം മാത്രമായിരിക്കും. എന്ത് പറഞ്ഞാ തൊട്ടു പോകുന്നതല്ലേ ചേട്ടൻ തോക്കുന്നുണ്ടോ? ചേട്ടൻ മുന്നോട്ട് വന്നാൽ ഞാൻ ചേട്ടനെ വെടിവെച്ച് വീട്ടും. എടാ നിന്നെ ആദ്യമായി തോക്ക് പിടിപ്പിക്കാൻ പഠിപ്പിച്ച് ഞാൻ കേടാ എന്നെ നെഞ്ചിലൂടെ വെക്കടാ പിടി. ചേട്ടൻ വെറുതെ തമാശ പറയുന്നത്. ഞാൻ വെടിവെക്കുമെന്ന് പറഞ്ഞാൽ വെടിവെക്കും. ചേട്ടൻ ഈ തോക്ക് കണ്ടോ? ചെട്ടിക്കുളം കരമാനാളിൽ ഉത്സവം കണ്ട് നടക്കുമ്പോൾ കുപ്പിക്കുളം കിടക്കുള്ളിൽ നിന്ന് വാങ്ങിച്ച ആ പട്ടാശ തോക്കല്ല ചേട്ടാ, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് തോക്കാണ് ചേട്ടാ, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് തോക്ക്. എന്നാൽ വെക്കടാ പിടി. 1 2 ഞാൻ 1 2 3 വെക്കടാ പിടി. അയ്യോ മോനെ ഞാനൊരു തമാശ പറഞ്ഞല്ലേടാ, അപ്പോഴേക്കും നീ ശരിക്കും വെടിവെച്ചാണല്ലോ. ചേട്ടന്റെ പണ്ടേക്കുള്ള കുഴപ്പം ഇതാണ്. ചേട്ടൻ തമാശ പറഞ്ഞാൽ തമാശയാണ് ആർക്കും മനസ്സിലാവുകയില്ല. ഇപ്പോൾ എന്ത് ചെയ്യും ചേട്ടാ? ചേട്ടൻ അക്ഷമാത്രമേ മരിച്ചു പോകും. മോനെ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണോടാ. കൊച്ചു ദൃശ്യം മീനച്ചിലാക്കിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കൂ. എടാ വെടിവെച്ചിട്ട് ചാവാനിട്ട് വിഷം നിന്ന് കൊല്ലാൻ നോക്കുന്നോടാ. ചേട്ടാ ഇപ്പോൾ ചേട്ടാ ചെയ്യുന്നത്. മോനെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് മനസ്സിലായി ചേട്ടാ, ചേട്ടന്റെ സ്വന്തം പറഞ്ഞെല്ലാം എനിക്ക് തരാമെന്നല്ലേ അറിയാം ചേട്ടാ. അതല്ലടാ മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. ചേട്ടന്റെ മന്ദബുദ്ധികളായ മക്കളെ പഠിപ്പിച്ച് മിടുക്കന്മാരാക്കണമെന്നേ നടക്കുന്ന ചേട്ടാ. ചേട്ടന്റെ മക്കൾ ചേട്ടനേക്കാൾ മന്ദബുദ്ധികളാണ്. എടാ അതുമല്ലടാ മറ്റൊരു കാര്യമാണ്. ഇതൊക്കെ പറയും ചേട്ടാ. മോനെ അതായത് പറയും ചേട്ടാ, നീ ഒരു കാലത്തും കുഴപ്പമില്ല പട്ടി. ചേട്ടാ ചേട്ടാ ചേട്ടൻ അടങ്ങുന്നില്ല. കൊച്ചു ദൃശ്യം ചേട്ടൻ അടങ്ങുന്നില്ല. എന്റെ ചേട്ടൻ മരിച്ചു. എന്റെ ചേട്ടൻ മരിച്ചു. നിർത്തടാ മനുഷ്യനെ മനസ്സിലായിട്ട് ചാവാൻ ശ്രമിക്കില്ലേ? ചേട്ടൻ മരിച്ചില്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലടാ മരിക്കാൻ കുറിച്ചുള്ള താമസമുണ്ട്. അയ്യോ ചത്തു. ചേട്ടാ ചേട്ടാ കൊച്ചു ദൃശ്യം ചേട്ടൻ രണ്ടാമത് മരിച്ചു പോകുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പാരീസ് കീഴടക്കാൻ പോവുകയാണ്. ഞാൻ ബൊമ്പായിക്ക് പോയാൽ കേരള പാരീസ് അങ്ങനെ അവിടെ വന്ന് പോകും. അതിലും നമുക്ക് ഞാൻ കീഴടങ്ങുകയാണ്. ഞാൻ പോയി തിരികെ വരുന്നത് വരെ എനിക്ക് വേണ്ടി നീ കാത്തിരിക്കണം വണ്ടി പെണ്ണെ. ഞാൻ തിരിച്ചു വന്നിട്ട് നിന്റെ താലിയിൽ ഞാൻ കഴുത്ത് കെട്ടിയിരിക്കും. ഐ ആം ഷാനി. നിന്റെ കെട്ടി ഞാൻ കഴുത്ത് താലിയിരിക്കും. ഐ ആം വീണ്ടും ഷാനി. നിന്റെ താലിയിൽ ഞാൻ കെട്ടിക്കഴുത്തിരിക്കും. ഐ ആം മൂന്നാമതും ഷാനി. തിരിച്ചു വന്നിട്ട് നിന്റെ എവിടെയെങ്കിലും എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ കെട്ടിയിരിക്കും. ഞാൻ പോയി തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കില്ലേ വണ്ടി പെണ്ണെ. ഒന്നിച്ചിരിക്കും. അയ്യോ അങ്ങനെയല്ല കലാപം പഠിച്ചിരിക്കുന്നത് പോലെ.